നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുമ്പോൾ ഇത്ര കരുത്ത തിരിച്ചടി അതൊരുപക്ഷെ ഹൂതികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. യമന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഹൂതികളുടെ ശക്തി പ്രദേശങ്ങൾ ചുട്ടരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങൾക്ക് നേരെ വന്ന മിസൈലുകൾക്ക് മറുപടി കൊടുത്തത്. ഇസ്രായേൽ വ്യോമാതിർത്തിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മിസൈലുകൾ ആരോ പ്രതിരോധ സംവിധാനത്തിലൂടെ ഇസ്രായേൽ തകർത്തിരുന്നു. എന്നാൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. പ്രത്യാക്രമണം കടുത്തതായിരുന്നു. യമനിലെ ഹൂതികളുടെ 3 തുറമുഖങ്ങൾ പൂർണ്ണമായും ചുട്ടരിച്ചു ഇസ്രായേൽ. ആക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ ജഫ നഗരത്തിന് നേർക്കായിരുന്നു ഹൂതികളുടെ ആക്രമണം. ചെങ്കടൽ തുറമുഖ പട്ടണമായ ഹുദൈദയിലെ പവർ സ്റ്റേഷനുകൾ പൂർണ്ണമായി ആക്രമിച്ചു തകർത്തു ഇസ്രായേൽ. എണ്ണ കേന്ദ്രങ്ങൾ, തുറമുഖം എന്നിവ നാമാവശേഷമാക്കി. സനിയിലെ 2 പവർ സ്റ്റേഷനുകളും ആക്രമണത്തിൽ തകർന്നു. അസ്സാലിഫ്, റാസീസ തുറമുഖങ്ങൾ പൂർണ്ണമായി തകർത്ത് കളഞ്ഞു. ഇന്നലെ പുലർച്ചെ ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾ യമൻ ആകാശത്തെത്തി. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ എങ്ങനെ ആക്രമിച്ച് തകർത്തു എന്നതിന്റെ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഇറാൻ പിന്തുണയുള്ള വിമത ഗ്രൂപ്പിൽ നിന്ന് ഇസ്രായേലിനെ സുരക്ഷിതമാക്കുക മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഇത് ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. അവർ ഞങ്ങളെ മാത്രമല്ല ആക്രമിക്കുന്നത്, അവർ ലോകത്തെ മുഴുവൻ ആക്രമിക്കുന്നു. അവർ അന്താരാഷ്ട്ര ഷിപ്പിംഗ് വ്യാപാരപാതകൾ ആക്രമിക്കുന്നു. ലോകത്തിന്റെ പൊതുശത്രുവായ യമനിലെ ഹൂതികളെ തകർക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തു. ഇസ്രായേൽ ഇതാദ്യമാണ് വിമത തലസ്ഥാനമായ സന ലക്ഷ്യമാക്കി ഇത്ര രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്നത്. 14 പോർവിമാനങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്നത്. ഒപ്പം റീഫ്യൂവലിംഗ് വിമാനങ്ങളും ഈ പോർവിമാനങ്ങൾക്ക് അകമ്പടിയായി ഡസൻ കണക്കിന് മറ്റ് വിമാനങ്ങളും. 60 കനത്ത ബോംബാക്രമണങ്ങൾ യമൻ മണ്ണിൽ നടത്തിയതിനു ശേഷമാണ് ഇസ്രായേൽ പോർവിമാനങ്ങൾ മടങ്ങിയത്. ഇസ്രായേലിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയാണ് യമൻ. എപ്പോൾ വേണമെങ്കിലും തിരമാലകൾ പോലെ അടുത്തൊരാക്രമണത്തിന് തയ്യാറെടുക്കുന്നു ഇസ്രായേൽ. അക്ഷരാർത്ഥത്തിൽ യമനിലെ ഹൂതികൾ വിറച്ചു നിൽക്കുന്നു. ഇസ്രായേൽ ഹൂതികൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് മുഴുവൻ അന്താരാഷ്ട്ര സമൂഹത്തിനും വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന് ലോകം മനസ്സിലാക്കുക. ഇതാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും സിറിയയിലെ അസദ് ഭരണകൂടത്തിനും ശേഷം ഇപ്പോൾ നമ്മൾ സജീവമായ ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇറാന്റെ ഏറ്റവും ശക്തരായ പ്രോക്സികൾ യമനിലെ ഹൂതികൾക്ക് നേരെയാണ്. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഏതൊരാൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും. അതാണിപ്പോൾ ഹൂതികളും അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് നേരെ അവർ നടത്തിയ ആക്രമണങ്ങൾക്ക് അവർ കഠിനമായ ശിക്ഷ അർഹിക്കുന്നു. ഹൂതികളുടെ സൈനിക ലക്ഷ്യങ്ങൾ തകർക്കുകയാണ് ഇനി ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. ശക്തമായ ആക്രമണങ്ങൾ ഇനിയും ഞങ്ങൾ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തും. ഇറാൻ പിന്തുണയോടെ ഹൂതി സംഘം ഉപയോഗിക്കുന്ന 3 തുറമുഖങ്ങൾ തളർത്തുക തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ആദ്യ ലക്ഷ്യം. അതിലവർ പൂർണ്ണമായി വിജയിച്ചു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇന്ധന എണ്ണ ഡിപ്പോകൾ, 2 പവർ സ്റ്റേഷനുകൾ, ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങൾ, ഒപ്പം 8 ടഗ് ബോട്ടുകൾ എന്നിവയുൾപ്പെടെ തകർത്ത് കളഞ്ഞു ഇസ്രായേൽ. തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ കൊണ്ടുവരാൻ ഉപയോഗിച്ച എല്ലാ ടഗ് ബോട്ടുകളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു. വൈദ്യുതി നിലയങ്ങളും കയറ്റുമതി ഇറക്കാൻ ഉപയോഗിച്ചിരുന്ന ക്രെയിനുകളും ഒക്കെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ. യമനിൽ നിന്നുള്ള മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. തുറമുഖങ്ങളിൽ വലിയ തോതിൽ ഫയർ ഫൈറ്റർമാർ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഞങ്ങൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്കാണ് സ്ട്രൈക്കുകൾ നടത്തിയത് എന്ന് ഇസ്രായേൽ പറയുന്നു. ലക്ഷ്യസ്ഥാനം അണുവിട തെറ്റിയില്ല. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ വീഡിയോകളും ഓപ്പറേഷനിടെ ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിന്റെ വീഡിയോകളുമൊക്കെ IDF തന്നെ പുറത്തുവിട്ടു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യാഴാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു, ഹൂതി ഭീകര ഗ്രൂപ്പിന്റെ തലവന്മാർക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലിന്റെ നീണ്ട കൈ നിങ്ങളുടെ അരികിലെത്തും. ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ കൈ ഛേദിക്കപ്പെടും. ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഞങ്ങൾ പലമടങ്ങ് ഉപദ്രവിക്കും. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നിരവധി തവണയാണ് ഹൂതി വിമതർ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ആവർത്തിച്ച് തൊടുത്തുവിട്ടത്. ഭൂരിഭാഗവും ഇസ്രായേൽ വെടിവെച്ച് വീഴ്ത്തി. എന്നാൽ ചിലത് രാജ്യത്ത് പതിച്ചു. വിമത ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള യമനിലെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന 3ാമത്തെ ആക്രമണമാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നടന്നത്. ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു ഇസ്രായേൽ സൈന്യം.
ഇതിനിടയിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഹൂതികളുടെ പെട്ടെന്നുള്ള ആക്രമണം. ഇത് പ്രകോപനം കൂടുതൽ ഇരട്ടിയാക്കി. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കാണ് ഹൂതികൾ ഇസ്രയേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത്. അതേസമയം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വ്യോമസേന സജ്ജമായിരുന്നു എന്ന് മാത്രമല്ല, പോർവിമാനങ്ങൾ യമനിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ലോകം കണ്ടത് ഇസ്രയേലിന്റെ നടുക്കുന്ന ആക്രമണം. ഇസ്രയേലിന്റെ ദീർഘദൂര ആരോ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തത്. പ്രൊജക്ടൈൽ ഭാഗികമായി തടയാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ വാർഹെഡ് വായുവിൽ പൊട്ടിത്തെറിച്ചില്ല. അത് റമദ്ഗാൻ നഗരത്തിലെ ഒരു ഒഴിഞ്ഞ സ്കൂൾ കെട്ടിടത്തിൽ പതിച്ചു. ഭാഗ്യത്തിന് സ്കൂളിൽ കുട്ടികളുണ്ടായിരുന്നില്ല. സ്കൂൾ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയ വാർഹെഡ് ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇതാണ് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിതരാക്കിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 200-ലധികം മിസൈലുകളും 170 ഡ്രോണുകളുമാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് പായിച്ചത്. ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഏകദേശം 100ഓളം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഹൂതികൾ നടത്തി. പ്രധാന ജലപാത ഒഴിവാക്കാൻ നിരവധി വാഹകരെ അവർ നിർബന്ധിക്കുകയും ആഗോള ഷിപ്പിങ്ങിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അന്താരാഷ്ട്ര സമൂഹം ഭീകര സംഘമായി ഹൂതികളെ കാണുന്നു. അമേരിക്ക ഹൂതികൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ അവരെ നിശബ്ദരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണം. അതിനു പിന്നാലെ ഹൂതികൾ ഹമാസിന് പിന്തുണയുമായി നിരവധി മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിടുന്നു. അപ്പോഴും ഹൂതികളുടെ ആത്മവിശ്വാസം 2000 കിലോമീറ്ററുകൾ അകലെയുള്ള തങ്ങളുടെ നേർക്ക് ഇസ്രായേൽ ആക്രമണത്തിന് ശ്രമിക്കില്ല, ആക്രമിച്ചാലും അവർക്ക് പരിമിതിയുണ്ടെന്നായിരുന്നു. എന്നാൽ പോർവിമാനങ്ങൾ ഉപയോഗിച്ച് യമൻ മണ്ണിൽ തങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ബോംബിടാൻ കഴിയും എന്ന് ഇസ്രായേൽ പിന്നീട് യമനെ മാത്രമല്ല ലോകത്തെ കാട്ടിക്കൊടുത്തു. മാസങ്ങളായി ഹൂതികളെ നേരിടാനുള്ള ഉത്തരവാദിത്വം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കണമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അമേരിക്ക മാത്രമാണ് ഇടക്കാലത്ത് ഹൂതികളുടെ നേർക്ക് ആക്രമണം നടത്തിയത്. ബ്രിട്ടനും ഒപ്പം ചേർന്നിരുന്നു. എന്നാൽ ഫ്രാൻസും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ ബോധപൂർവം ഇക്കാര്യത്തിൽ ഒരകലം പാലിച്ചു. ഇസ്രായേൽ നോക്കി നിൽക്കുന്നില്ല, ആക്രമണത്തിന് മുന്നിലുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ ഹൂതികൾക്ക് നേരെ സമാനമില്ലാത്ത ആക്രമണങ്ങൾ തുടരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച US മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് സനയിൽ ഹൂതികൾ നടത്തുന്ന ഒരു പ്രധാന കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യത്തിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു. പക്ഷെ അമേരിക്ക സനയിലുള്ള തുറമുഖത്തിന് നേർക്ക് ആക്രമണങ്ങൾ തൊടുത്തിരുന്നില്ല. 3 തുറമുഖങ്ങൾ തകർന്നാൽ ഹൂതികൾ ഒറ്റപ്പെടും എന്ന കണക്കുകൂട്ടലാണ് ഇസ്രായേലിന്. ഹൂതികൾക്ക് ആയുധങ്ങൾ കൈമാറുന്ന ഇറാന്റെ ശക്തിയും അവരുടെ സപ്ലൈ ചെയിനുമൊക്കെ തകർക്കുക, അതുതന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇറാൻ പ്രോക്സികളിൽ ഇനി അല്പമെങ്കിലും കരുത്തോടെ നിൽക്കുന്നത് ഹൂതികളാണ്. അവരെ കൂടി ആക്രമിച്ച് ഇറാനെ ഒറ്റപ്പെടുത്തുമെന്നും ഒടുവിൽ ആത്യന്തിക ലക്ഷ്യം ഇറാൻ തന്നെയാണ് എന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. IDF ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ നിന്നുള്ള കഷ്ണങ്ങൾ സെൻട്രൽ സിറ്റിയിൽ 2ഇടത്ത് വീണ് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. എന്നാൽ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മോഡിൻ മേയർ ഹൈം ബിബാസ് പറയുന്നു. ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ വിമത ഗ്രൂപ്പിന്റെ സാറ്റലൈറ്റ് ചാനൽ അൽ മസീറ സനയിലും തീരദേശ ഹുദൈദ പ്രവിശ്യയിലും ആക്രമണങ്ങൾ നടന്നതായി കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഒറ്റ രാത്രി കൊണ്ട് തങ്ങൾ നടത്തിയ വ്യോമാക്രമണം കൃത്യമായ അടയാളപ്പെടുത്തലാണ് എന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു. ഹൂതികൾ ഇനിയും തലപൊക്കിയാൽ അടിച്ച് നിലം പരിശാക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. നേരത്തെ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ടെല്ലവീവിൽ ഒരു സിവിലിയനെ അവർ കൊലപ്പെടുത്തിയിരുന്നു. പിന്നീട് ജൂലൈയിൽ നടത്തിയ ആക്രമണം ഉൾപ്പെടെ ഹൂതി ആക്രമണങ്ങൾക്കെല്ലാം അവർ മറുപടി പറയേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. യമനിലെ ഹൂതികളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തരംഗങ്ങൾ പോലെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിന്റെ മാരകമായ ആക്രമണം. ഇത് കൃത്യമായി ഇറാനുള്ള ഒരു മറുപടിയാണ് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. പുലർച്ചെ 2:35-ന് ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ പായിക്കുമ്പോൾ അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല പുലർച്ചെ 3:15-നുള്ള ഈ തിരിച്ചടി. 2:35-നും 3:15-നും ഇടയിൽ വെറും 45 മിനിറ്റുകളുടെ ദൈർഘ്യം മാത്രം. പുലർച്ചെ 4:30-ന് ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾ തിരികെ ഇസ്രായേൽ വ്യോമാതിർത്തിയിലേക്ക്. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ മിസൈലുകൾ ഹൂതികൾ പിന്നെയും പായിച്ചാൽ മാരകമായ ആക്രമണത്തിനുള്ള പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു. സനയിൽ നിന്ന് 145 കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖം ഒരു ദശാബ്ദക്കാലം നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ യമനിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതിയിൽ പ്രധാന ഇടമായിരുന്നു. ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ തുറമുഖം വഴി കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന ആരോപണവും വളരെ കാലമായി നിലനിൽക്കുന്നു ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട്.
ആ തുറമുഖം പോലും ഒരു ഓർമ്മയാക്കി മാറ്റുന്ന തലത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇറാന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് ഇറാന്റെ ധനസഹായത്തോടെ ഇസ്രായേലിന് നേർക്ക് ഹൂതികൾ ഇനിയും ആക്രമണത്തിനൊരുങ്ങിയാൽ ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ശക്തിയിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രത്തിലെ പൗരന്മാരെ ഭീഷണിപ്പെടുത്തുന്നവർ അവർ എത്ര അകലത്തിൽ പ്രവർത്തിച്ചാലും അവരെ ആക്രമിക്കാൻ IDFന് കഴിയുമെന്ന് IDF പ്രസ്താവന ഇറക്കി. ചെങ്കടൽ ഇടനാഴിയിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ ഉയർത്തിയ ആക്രമണത്തിനും തങ്ങൾ മറുപടി നൽകുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ലോകത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഒട്ടും ഭയപ്പെടുത്തില്ല. ഇതുപോലെ ഒരു മാരകാക്രമണം അതൊരുപക്ഷെ ഹൂതികൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇനി ഹൂതികൾ തലപൊക്കാൻ ഒന്നു മടിക്കും. കാരണം മണിക്കൂറുകൾ വേണ്ട, മിനിറ്റുകൾ മതി 2000 കിലോമീറ്റർ താണ്ടി ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾ അങ്ങ് യമൻ വ്യോമാതിർത്തിയിലെത്താൻ. പിന്നീട് കാണുന്നത് മനുഷ്യരാശി വിറങ്ങലിക്കുന്ന തീമഴ തന്നെയായിരിക്കും. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി നമ്മൾ കണ്ടതും അതുതന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.